നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താ സന്ധ്യയിലേക്ക് വിശദമായി. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 14 പ്രതികൾ കുറ്റക്കാർ. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലപാതകം, ഗൂഢാലോചനാ കുറ്റങ്ങൾ തെളിഞ്ഞു. 10 പ്രതികളെ കോടതി വെറുതെ വിട്ടു. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 14 പേരിൽ 5 പേർ CPIM-ന്റെ പ്രധാന നേതാക്കളാണ്. കേസിൽ ശിക്ഷാവിധി ജനുവരി 3 പ്രഖ്യാപിക്കും. ഒന്നാം പ്രതിയും കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രകനുമായ CPIM പെരിയ ലോക്കൽ കമ്മിറ്റി മുൻ അംഗം A. പീതാംബരനടക്കം 14 പ്രതികളെയാണ് പ്രത്യേക CBI കോടതി കുറ്റക്കാരായി കണ്ടെത്തിയത്. 10 പ്രതികളെ കോടതി വെറുതെ വിട്ടു. 1 മുതൽ 8 വരെ പ്രതികൾക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന കുറ്റങ്ങൾ തെളിഞ്ഞു. 10-15 പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റം തെളിഞ്ഞതിനാൽ പ്രധാന പ്രതികൾക്കുള്ള ശിക്ഷ അവരും അനുഭവിക്കേണ്ടി വരും. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമനും കുറ്റക്കാരനാണെന്ന് CBI കോടതി വിധിയിൽ വ്യക്തമാക്കി. കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിച്ച കുറ്റമാണ് KV കുഞ്ഞിരാമൻ ഉൾപ്പെടുന്ന 14, 20, 21, 22 പ്രതികൾക്കെതിരെ തെളിഞ്ഞത്. 14 പേർക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നു. അതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. പക്ഷേ ഗൂഢാലോചനയിൽ പങ്കെടുത്ത എല്ലാവർക്കും കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എല്ലാവരും കിട്ടില്ല. ഇപ്പോൾ കിട്ടിയത്തേക്കെല്ലാം സന്തോഷമുണ്ട്. കോടതി വിധി നല്ല സന്തോഷമാണ്. കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത 14 പേരിൽ 10 പേരും CBI പ്രതി ചേർത്ത 10-ൽ 4 പേരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. IPC 225 പ്രകാരം കുറ്റം തെളിഞ്ഞെങ്കിലും K. മണികണ്ഠൻ, KV കുഞ്ഞിരാമൻ, രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവർക്ക് ശിക്ഷ വിധിക്കുന്നതുവരെ ജാമ്യത്തിൽ തുടരാം. കേസ് CBI കെട്ടിപ്പൊക്കിയ കഥയാണെന്നും ഗൂഢാലോചനാവാദം പൊളിഞ്ഞെന്നും പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ. ആ കഥ CBIയുടെ കഥ കെട്ടിച്ചമച്ച കഥയാണ് എന്നുള്ള നിലയിലല്ലേ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 16, 17, 18, 19 പ്രതികളെ എല്ലാവരെയും വെറുതെ വിട്ടുകൊണ്ടിരുന്നപ്പോൾ കോടതി വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. എറണാകുളം CBI കോടതി ജഡ്ജ് N. ശേഷാദ്രിനാഥനാണ് വിധി പ്രസ്താവിച്ചത്. ജനുവരി 3 കുറ്റക്കാർ എന്ന് കണ്ടെത്തിയ പ്രതികൾക്ക് കോടതി ശിക്ഷ പ്രഖ്യാപിക്കും. S. ശ്രീകാന്ത്, 24, കൊച്ചി. പെരിയ ഇരട്ടക്കൊലക്കേസ് വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ല എന്ന് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കൾ. കേസിൽ 10 പേരെ വെറുതെ വിട്ടത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും നിയമപരമായി നേരിടുമെന്നും കുടുംബം അറിയിച്ചു. അഭിഭാഷകരുമായി ആലോചിച്ച ശേഷം അപ്പീൽ നൽകാനാണ് തീരുമാനം. കൊച്ചി CBI കോടതി കേസ് പരിഗണിക്കുമ്പോൾ വികാരനിർഭരമായിരുന്നു കല്യാട്ടെ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബങ്ങൾ. 10 പ്രതികളെ വെറുതെ വിട്ട നടപടി ശരിയായില്ലെന്നും വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ലെന്നും ശരത് ലാലിന്റെ അമ്മ ലത. എല്ലാ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. വിധിയിൽ തീരെ തൃപ്തികരമെന്ന് തോന്നുന്നില്ല. കുറ്റക്കാരെല്ലാവരും പ്രതീക്ഷിച്ച കുറ്റക്കാരെന്ന് ബഹുമാനപ്പെട്ട കോടതി വിശ്വസിക്കുന്നു. കടുത്ത ശിക്ഷ തന്നെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും കടുത്ത ശിക്ഷ ലഭിക്കണമെന്നും കൂടെ നിന്നൊറ്റിയവർക്കുള്ള മറുപടിയാണ് കോടതി വിധിയെന്നും കൃപേഷിന്റെ അമ്മ ബാലാമണി. നീതി കിട്ടിയെന്ന് തോന്നുന്നു. ഇപ്പം എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ആഗ്രഹിച്ച പോലെ സംഭവിച്ചു. ആ കടുത്ത ശിക്ഷ വേണം തന്നെ ആഗ്രഹിക്കുന്നത്. സർക്കാർ കുറെ കളി കളിച്ചു. കുറ്റക്കാരായ 10 പേരെ വെറുതെ വിട്ട നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കൃപേഷിന്റെ സഹോദരി കൃപ. 10 പേരെ വെറുതെ വിട്ടത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ബാക്കിയുള്ളവർക്ക് ശിക്ഷ, കഠിനമായ ശിക്ഷ തന്നെ ലഭിക്കട്ടെ. കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും എല്ലാവരെയും പ്രയത്നം കൊണ്ടാണ് ഇതുവരെ എത്തിയത്. നമ്മളെ തുണയ്ക്കേണ്ടവരാണല്ലോ പ്രതികൾക്ക് കൂട്ടുനിന്നിട്ടുള്ളത്. അപ്പം അനുകൂലമായ വിധി തന്നെ വന്നു. ആർക്കും ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവരെ നമ്മളൊന്നും ചെയ്യില്ല. കൊലപാതകത്തിൽ പ്രധാന പങ്കുവഹിച്ചവരെയാണ് കോടതി വെറുതെ വിട്ടത്. ഇവർ ശിക്ഷിക്കപ്പെടണമെന്ന് കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണനും ശരത് ലാലിന്റെ അച്ഛൻ സത്യനാരായണനും. 14 പേർക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നു. അതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. പക്ഷേ ഗൂഢാലോചനയിൽ പങ്കെടുത്ത എല്ലാവർക്കും കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എല്ലാവരും കിട്ടില്ല. ഇപ്പോൾ കിട്ടിയത്തേക്കെല്ലാം സന്തോഷമുണ്ട്. കോടതി വിധി നല്ല സന്തോഷമാണ്. ഇപ്പോൾ 14 പേർക്ക് ആ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് കോടതി. അത് നമുക്ക് തൃപ്തരാണ്. കാരണം കൊലപാതക കുറ്റം ചുമത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ തക്കതായ ശിക്ഷ കിട്ടുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷേ ഗൂഢാലോചനയിൽ അവർ രക്ഷപ്പെട്ടത് തൃപ്തികരമല്ല. അഭിഭാഷകരുമായി ആലോചിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. 24 കാസർഗോഡ്.
പെരിയ ഇരട്ടക്കൊലക്കേസിൽ പാർട്ടി നേതാക്കൾ അടക്കമുള്ളവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയതോടെ CPIM പ്രതിരോധത്തിൽ. പങ്കില്ലെന്ന് പറഞ്ഞ് പാർട്ടി കൈകഴുകിയ കേസിലാണ് ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ കുറ്റക്കാരായത്. CBI കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് CPIMന്റെ തീരുമാനം. TP ചന്ദ്രശേഖരന്റെയും മട്ടന്നൂർ ഷുഹൈബിന്റെയും അരിങ്കൊലയ്ക്ക് ശേഷം CPIMനെ രാഷ്ട്രീയമായി ഏറെ പ്രതിസന്ധിയിലാക്കിയ സംഭവമാണ് പെരിയ ഇരട്ടക്കൊല. 2 യുവാക്കളെ വെട്ടിക്കൊന്ന കേസിൽ പാർട്ടി ബന്ധമുള്ളവർ പ്രതികളായിട്ടും പങ്കില്ലെന്ന് പറഞ്ഞ് കൈകഴുകാനായിരുന്നു നേതൃത്വം ശ്രമിച്ചത്. എന്നാൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയതോടെ CPIMന്റെ ഈ വാദം പൊളിഞ്ഞടുങ്ങി. പാർട്ടിക്ക് ഇതിൽ പങ്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. CBI ഇത് ബോധപൂർവം ഈ നേതാക്കളെ ഗൂഢാലോചന കേസിൽ ഉൾപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ഈ കാര്യത്തിൽ ഗൗരവമായ പരിശോധന ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കോടതി കണ്ടെത്തിയിട്ടുണ്ടാവും, മേലെയും കോടതി ഉണ്ടല്ലോ. അപ്പീൽ പോകുമ്പോൾ അതിനുള്ള ചിലവ് പാർട്ടി തന്നെ കണ്ടെത്തേണ്ടി വരും. എന്നാൽ കേസിൽ CBI അന്വേഷണം തടയാൻ സുപ്രീംകോടതി വരെ നിയമവിധി നടത്തിയ സർക്കാർ ഖജനാവിൽ നിന്ന് 90 ലക്ഷം രൂപയാണ് പൊടിച്ചത്. പ്രതികളായ പാർട്ടി നേതാക്കളെ രക്ഷിക്കാൻ പൊതുപണം ചെലവിട്ടുന്ന ആക്ഷേപവും കോടതി വിധിയോടെ ശരിവെക്കപ്പെടുകയാണ്. ഈ കോടതി വിധിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് CPIMന് നേരെ ഇപ്പോൾ കുറേ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. CPIM ശരിയായ നിലപാട് മാത്രമേ എപ്പോഴും സ്വീകരിക്കാറുള്ളൂ. ഒരിക്കലും ഒരു അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ഒരു കൊലപാതകത്തെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് പെരിയ ഇരട്ടക്കൊലപാതകം നടക്കുന്നത്. ഒരിക്കലും തകരില്ലെന്ന് കരുതിപ്പോന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ആ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ കൈവിട്ടു. 2024 അത് ആവർത്തിച്ചു. ഉദുമ നിയമസഭാ സീറ്റ് പോയില്ല എന്നത് മാത്രമാണ് CPIMന് ആശ്വാസം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ പെരിയ ഇരട്ടക്കൊലക്കേസിലെ വിധി CPIMന് വീണ്ടും അങ്കലാപ്പുണ്ടാക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകി രാജ്യം. ഇന്ത്യ കണ്ട എക്കാലത്തെ മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞന് യമുനാ തീരത്തെ നിഗംബൂത്ത് ഘട്ടിൽ അന്ത്യവിശ്രമം. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. യമുനാ തീരത്തെ നിഗംബോധ് ഘട്ടിൽ ഒരു യാത്ര അവസാനിക്കുന്നു. രാജ്യം അത്രമേൽ കടപ്പെട്ടിരിക്കുന്ന പ്രിയ മൻമോഹൻ സിംഗിന് രാജ്യമൊന്നാകെ ചേർന്ന് വിട ചൊല്ലി. രാവിലെ 8 മണിയോടെയാണ് മോത്തിലാൽ നെഹ്റു മാർഗിലെ വസതിയിൽ നിന്ന് ഭൗതികദേഹം AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയത്. മല്ലികാർജ്ജുൻ ഖർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, P. ചിദംബരം അങ്ങനെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ചേർന്നാണ് AICC അങ്കണത്തിലേക്ക് മൃതദേഹം ഏറ്റുവാങ്ങിയത്. ശേഷം അരമണിക്കൂർ പൊതുദർശനം. 11:30 വിലാപയാത്രയെ യമുനാ തീരത്തെ നിഗംബോധ് ഘട്ടിലേക്ക്. വഴി നിറയെ 100 കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ സ്നേഹാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയായിരുന്നു യാത്ര. നിഗംബോധ് ഘട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി ദ്രൗപദി മുർമു, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. സൈന്യത്തിന്റെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം സിഖ് മതാചാരപ്രകാരമായിരുന്നു ചടങ്ങുകൾ. പ്രതിസന്ധി കാലത്ത് രാജ്യത്തെ കൈപിടിച്ചുയർത്തിയ ഭരണാധികാരി അങ്ങനെ ഓർമ്മയാവുകയാണ്. അവസാന യാത്രയിൽ കക്ഷിഭേദമില്ലാതെ എല്ലാവരും പ്രശംസ കൊണ്ട് മൂടുമ്പോൾ ചരിത്രം തന്നോട് ദയ കാണിക്കും എന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വാക്കുകൾ തന്നെയാണ് ഇവിടെ അന്വർത്ഥമാകുന്നത്. ദില്ലിയിലെ നിഗംബോധ് ഘട്ടിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനും സ്മാരകം നിർമ്മിക്കുന്നതിനും പ്രത്യേക സ്ഥലം അനുവദിക്കാത്തതിൽ കോൺഗ്രസിൽ അമർഷം. ഡോക്ടർ മൻമോഹൻ സിംഗിനെ കേന്ദ്ര സർക്കാർ ബോധപൂർവം അപമാനിച്ചു എന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. മുൻ പ്രധാനമന്ത്രിമാർക്കെല്ലാം അന്ത്യകർമ്മങ്ങൾക്കായി പ്രത്യേക സ്ഥലം അനുവദിച്ചിരുന്നതായി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. അതേസമയം ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. വിവാദങ്ങൾ പിന്തുടർന്നായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അന്ത്യയാത്രയും. ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലമായ ശക്തിസ്ഥലിലോ രാജീവ് ഗാന്ധിയുടെ സ്മാരകം കുടികൊള്ളുന്ന വീർഭൂമിയിലോ ഡോക്ടർ മൻമോഹൻ സിംഗിനെ അന്ത്യകർമ്മങ്ങൾക്കും സംസ്കാര ചടങ്ങുകൾക്കും പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്നായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. ഈ ആവശ്യം പരിഗണിക്കാതെയാണ് മുൻ പ്രധാനമന്ത്രിയെ നിഗംബോധ് ഘട്ടിൽ സംസ്കരിച്ചത്. ആദ്യ സിഖ് പ്രധാനമന്ത്രിയെ കേന്ദ്ര സർക്കാർ ബോധപൂർവം അപമാനിച്ചെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. നടപടിക്ക് പിന്നിൽ മോദിയുടെയും BJPയുടെയും തരംതാണ രാഷ്ട്രീയമാണെന്നും വിമർശനം. മൻമോഹൻ സിംഗിന്റെ നിലവാരത്തിൽ അദ്ദേഹത്തിന്റെ ഔന്നത്യത്തിന് ഒത്ത ഒരു ഫ്യൂണറൽ ചടങ്ങ് നടത്താനുള്ള അനുവാദം അവർ തന്നില്ല എന്നുള്ളത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ്.
അപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥലം കണ്ടെത്താൻ വൈകി എന്നൊക്കെ പറയുന്നത് അതൊക്കെ തന്നെ അതിനകത്ത് അവർ കാണിച്ച ഏറ്റവും വലിയ നിരുത്തരവാദപരമായ നിലപാട്. വിവാദങ്ങൾ അനാവശ്യമാണെന്ന് വ്യക്തമാക്കിയ കേന്ദ്ര സർക്കാർ സ്മാരകത്തിന് സ്ഥലം പിന്നീട് അനുവദിക്കാമെന്ന് കുടുംബത്തെ അറിയിച്ചു. 10 വർഷം ഭരിച്ചിട്ടും നരസിംഹറാവുവിന് സ്മാരകം നിർമ്മിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ലെന്ന വാദമുയർത്തി BJP പ്രതിരോധിച്ചു. കേന്ദ്ര നടപടിയിൽ ശിരോമണി അകാലിദളും പ്രതിഷേധമറിയിച്ചു. സ്ഥലപരിമിതി കാരണം 2013 UPA സർക്കാർ തന്നെയാണ് പ്രത്യേക സ്ഥലം നൽകേണ്ടതില്ലെന്ന തീരുമാനമെടുത്തതെന്നും ശ്രദ്ധേയമാണ്. 24 ഡൽഹി. വാർത്തയിലേക്ക് തിരികെ. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയ്ക്ക് പിന്നിൽ സാമ്പത്തിക ഇടപാടെന്ന സൂചനയ്ക്ക് പിന്നാലെ NM വിജയൻ KPCC നേതൃത്വത്തിന് നൽകിയ കത്ത് പുറത്ത്. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് നിയമനത്തിനായി IC ബാലകൃഷ്ണൻ MLAക്ക് പണം നൽകിയതിന്റെ കണക്ക് സൂചിപ്പിച്ചാണ് കത്ത്. പണമിടപാട് നടന്നതിന്റെ ഉടമ്പടി രേഖയും പുറത്തുവന്നു. NM വിജയന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ KPCCയോട് ആവശ്യപ്പെടുമെന്ന് വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ പറഞ്ഞു. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്ന് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് CPIM നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നുവല്ലോ. എന്തൊക്കെയാണ് ഈ കത്ത് പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്ന കാര്യങ്ങൾ അഭിജിത്ത്? ഉന്മേഷ്, ഇതുമായി ബന്ധപ്പെട്ട് ഒരു കത്താണ് പുറത്തു വന്നിട്ടുള്ളത്. അത് 2021 NM വിജയൻ KPCC അധ്യക്ഷനായിരുന്ന K സുധാകരൻ നൽകിയ കത്താണ്. ആ കത്തിൽ പറയുന്നത് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. അത് സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് നിയമനത്തിനാണ്. അതിൽ 10 ലക്ഷം രൂപ IC ബാലകൃഷ്ണനെ ഏൽപ്പിച്ചുവെന്നും ഈ കത്തിൽ പറയുന്നുണ്ട്. ഈ നിയമനം നൽകാം എന്നറിയിച്ചായിരുന്നു ഈ പണം വാങ്ങിയത്. പക്ഷേ ആ രീതിയിലുള്ള നിയമനം നടന്നില്ല. ഈ വാങ്ങിയ പണം കോൺഗ്രസ് നേതാക്കൾ തിരിച്ചു നൽകിയിട്ടില്ല. അതിൽ ഒരു പരാതിയായി ഈ കത്തിലൂടെ അറിയിക്കുകയായിരുന്നു NM വിജയൻ. ആ കത്ത് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ND അപ്പച്ചൻ, അതായത് വയനാട് DCC പ്രസിഡന്റ് നൽകിയൊരു വിശദീകരണം, ഒരു അന്വേഷണം KPCC ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയതാണ്. പക്ഷേ ഈ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് തെളിയുകയും ചെയ്തു. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഉടമ്പടി രേഖയും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഈ ഉടമ്പടി രേഖയിൽ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ ഈ ഒരു നിയമനത്തിനായി, സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലെ നിയമനത്തിനായി 30 ലക്ഷം രൂപ അത് IC ബാലകൃഷ്ണന് നൽകിയതായി പറയുന്ന ഒരു ഉടമ്പടി രേഖ, ഉദ്യോഗാർത്ഥിയുടെ പിതാവും ഒപ്പം തന്നെ NM വിജയനും തമ്മിൽ ഉണ്ടാക്കിയ ഉടമ്പടിയുടെ രേഖ, അതും ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ കൃത്യമായി തന്നെ ഈ രീതിയിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ ശരിവെക്കുന്ന ഉടമ്പടിയാണത്. അതും നിലവിൽ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഈ ആരോപണങ്ങളെയൊക്കെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം തള്ളുന്നുണ്ട്. ND അപ്പച്ചൻ പറയുന്നത് ഇതിലൊരു അന്വേഷണം നടക്കട്ടെ, KPCC തന്നെ ഇതിലൊരു അന്വേഷണം നടത്തട്ടെ എന്നുള്ള കാര്യമാണ്. ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് നേരത്തെ തന്നെ KPCC കണ്ടെത്തിയതാണ്. അതിനാൽ തന്നെ ഇനിയൊരു അന്വേഷണം നടക്കാമെങ്കിൽ അതും സ്വാഗതം ചെയ്യുകയാണെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ NM വിജയന്റെയും മകന്റെയും മൃതദേഹം അവരുടെ മണിച്ചിറയിലുള്ള വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ DCC ഓഫീസിലും ഒപ്പം സുൽത്താൻ ബത്തേരിയിലെ ടൗൺ ഹാളിലും പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം മണിച്ചിറയിലെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ, പ്രവർത്തകരുൾപ്പെടെ, ജനങ്ങൾ ഉൾപ്പെടെ, നാട്ടുകാരുൾപ്പെടെ വിവിധ തരത്തിലുള്ള ആൾക്കാർ, വിവിധ മേഖലയിലുള്ള ആൾക്കാർ ഇവിടെ വന്ന് അവർക്ക് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. അല്പസമയത്തിനകം മൃതദേഹം വീട്ടുവളപ്പിൽ തന്നെ സംസ്കരിക്കുകയും ചെയ്യും. മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും വീട്ടിൽ. വയനാട്ടിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും DCC ട്രഷററുമായ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ ദുരൂഹത ആരോപിച്ച് CPIM സമഗ്ര അന്വേഷണം വേണമെന്ന് സുൽത്താൻ ബത്തേരി ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. വിഷം കഴിച്ച നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന NM വിജയനും മകൻ ജിജേഷും ഇന്നലെയാണ് മരണത്തിന് കീഴടങ്ങിയത്. മരണത്തിൽ അന്വേഷണം വേണമെന്നാണ് CPIMന്റെ ആവശ്യം. NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് കോൺഗ്രസ് നേതാക്കൾ മാറ്റിയതായി സംശയമുണ്ടെന്നും CPIM ബത്തേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി R ജയപ്രകാശ് ആരോപിച്ചു. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒരു ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിരുന്നു. അത് ചില ആളുകൾ എടുത്തു മാറ്റിയതാണ്. എടുത്തു മാറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വീട് ആദ്യമേ സന്ദർശിച്ച 2 പേരുണ്ട്. അവരെ ഉൾപ്പെടെ ചോദ്യം ചെയ്താൽ വിവരങ്ങൾ പുറത്തു വരും. മാത്രമല്ല, ഈ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമഗ്രമായ അന്വേഷണം നടന്നാൽ വസ്തുക്കളെല്ലാം പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് CPIM എന്ന നിലയ്ക്ക് ഞങ്ങൾ പറയുന്നത്. ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് NM വിജയൻ KPCC നേതൃത്വത്തിന് പരാതി നൽകിയതായി അറിയില്ലെന്നും അന്വേഷണം നടക്കട്ടെയെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അതെനിക്കറിയില്ല. അതറിയില്ല. എന്ത് കാര്യമാണെങ്കിലും അന്വേഷിക്കാം. ഞങ്ങളുടെ പാർട്ടിയിലൊന്നും ഞങ്ങളങ്ങനെ ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമം നടത്തൂല. ആരെങ്കിലും അതിൻ്റെ പുറകിൽ തെറ്റ് പറ്റിയിരുന്നെങ്കിൽ അത് പുറത്തു വന്നോട്ടെ കേട്ടോ, ഒരു കുഴപ്പമില്ല. കൽപ്പറ്റയിലെ DCC ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. ബത്തേരി മണിച്ചിറയിലെ വീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ. 24 വയനാട്.
സംസ്ഥാനത്ത് 2 ഇടങ്ങളിലായി 4 കുട്ടികൾ ഉൾപ്പെടെ 5 പേർ മുങ്ങിമരിച്ചു. കാസർഗോഡ് എരിഞ്ഞിപ്പുഴയിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് ബന്ധുക്കളായ 3 കുട്ടികൾ മരിച്ചു. കണ്ണൂർ വള്ളിത്തോട് ചരൽപ്പുഴയിൽ 9 വയസ്സുകാരൻ ഉൾപ്പെടെ 2 പേരാണ് മുങ്ങിമരിച്ചത്. കാസർഗോഡ് എരിഞ്ഞിപ്പുഴയിൽ ഉച്ചകഴിഞ്ഞ് 2:30ഓടെയായിരുന്നു നാടിനെ നടുക്കിയ അപകടം. മരിച്ച റിയാസിന്റെ മാതാവിനൊപ്പമാണ് 3 പേരും പുഴയിൽ കുളിക്കാനെത്തിയത്. ഇതിനിടെ 3 പേരും ഒരേ സമയം ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഇത് കണ്ട് റിയാസിന്റെ മാതാവ് വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ശബ്ദം കെട്ടെത്തിയ നാട്ടുകാർ നടത്തിയ തെരച്ചിലിൽ ആദ്യം റിയാസിനെ കണ്ടെത്തി. ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടെ റിയാസ് മരിച്ചു. തുടർന്ന് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് മറ്റ് 2 പേരുടെ മൃതദേഹം കണ്ടെത്തിയത്. കണ്ണൂർ ചരൽപ്പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഉണ്ടായ അപകടത്തിലാണ് വാരം സ്വദേശികളായ വിൻസെന്റ്, ആൽവിൻ എന്നിവരുടെ ജീവൻ നഷ്ടമായത്. വള്ളിത്തോടുള്ള വിൻസെന്റിന്റെ ബന്ധുവീട്ടിലെത്തിയതായിരുന്നു 9 വയസ്സുകാരൻ ആൽവിൻ. അയൽവാസിക്കൊപ്പം ഉച്ചയോടെ പുഴയിൽ കുളിക്കാനിറങ്ങി. ഇതിനിടെ ആൽവിൻ പുഴയുടെ ആഴത്തിലകപ്പെട്ടു. ആൽവിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയാണ് വിൻസെന്റും അപകടത്തിൽപ്പെട്ടത്. ഇരുവരുടെയും മൃതദേഹം തുടർ നടപടികൾക്കായി ഇരിട്ടിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. 24 കാസർഗോഡ്, കണ്ണൂർ. അഭിനേതാക്കൾ പ്രതിഫലം കുറയ്ക്കാൻ തയ്യാറാകണം എന്നാവർത്തിച്ച് നിർമ്മാതാക്കളുടെ സംഘടന. അഭിനേതാക്കൾ പ്രതിഫലം കുറയ്ക്കാത്തത് വലിയ പ്രതിസന്ധിയാണ്. സിനിമകളുടെ നിർമ്മാണ ചെലവ് ചുരുക്കേണ്ട സാഹചര്യമാണ് മുന്നിൽ ഉള്ളതെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞു. സിനിമാ മേഖലയിൽ ഈ വർഷം 350 കോടി ലാഭവും 700 കോടിയുടെ നഷ്ടവും ഉണ്ടായെന്നും നിർമ്മാതാക്കളുടെ സംഘടന വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. തൃശൂരിലെ കേക്ക് വിവാദത്തിൽ ഒറ്റപ്പെട്ട് CPI നേതാവ് VS സുനിൽകുമാർ. മേയർ MK വർഗീസിനെതിരായ VS സുനിൽകുമാറിന്റെ പരാമർശം തള്ളി CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് രംഗത്തെത്തി. സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും പിന്തുണ ലഭിക്കാതെ വന്നതോടെ വിവാദം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് VS സുനിൽകുമാർ നിലപാട് മയപ്പെടുത്തി. VS സുനിൽകുമാറിന്റേത് പക്വതയില്ലാത്ത പരാമർശമെന്ന് K സുരേന്ദ്രന്റെ വിമർശനം. ക്രിസ്മസ് ദിനത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനിൽ നിന്നും മേയർ MK വർഗീസ് കേക്ക് വാങ്ങിയത് ആസൂത്രിതമാണെന്ന വിവാദ പരാമർശത്തിൽ ഒറ്റപ്പെടുകയാണ് VS സുനിൽകുമാർ. കോർപ്പറേഷനിലെ CPI കൗൺസിലർമാർ ഇന്നലെ തന്നെ മേയറെ പിന്തുണച്ചും സുനിൽകുമാറിനെ തള്ളിയും രംഗത്തെത്തിയിരുന്നു. ഇതിന്റെ ക്ഷീണം മാറും മുൻപാണ് ജില്ലാ നേതൃത്വവും സുനിൽകുമാറിന്റേത് അനാവശ്യ പരാമർശമാണെന്ന വിലയിരുത്തലുമായി രംഗത്തെത്തിയത്. കേക്ക് സമ്മാനിച്ചത് വ്യക്തിപരമായി കണ്ടാൽ മതിയെന്നും രാഷ്ട്രീയമായി കാണേണ്ട എന്നുമായിരുന്നു CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജിന്റെ പ്രതികരണം. ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലൊക്കെ ആശംസകൾ കൈമാറുന്നതും അതുപോലെ തന്നെ മധുരം പങ്കുവയ്ക്കുന്നതും വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് മാത്രം കാണണം എന്നുള്ള അഭിപ്രായമാണുള്ളത്. അതിനെ രാഷ്ട്രീയമായി കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ CPIയുടെ അഭിപ്രായം. നേതൃത്വം കൂടി തള്ളിയതോടെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നും വിവാദം അവസാനിപ്പിക്കുന്നുവെന്നും പറഞ്ഞ് തടിയൂരേണ്ടി വന്നു സുനിൽകുമാറിന്. മേയറെ തിരഞ്ഞെടുത്തത് ഇടതുമുന്നണിയാണെന്നും MK വർഗീസിന് മേയറായി തുടരാമെന്നും നിലപാട് മയപ്പെടുത്തൽ. അതുമായി ബന്ധപ്പെട്ട് അതിന് മറുപടി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഇന്നലെ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. LDFന്റെ തീരുമാനപ്രകാരമാണല്ലോ അദ്ദേഹം മേയറായിരിക്കും. അതിനൊന്നും യാതൊരു പ്രശ്നമില്ലെന്ന്. അതൊക്കെ അതുപോലെ തുടരും. VS സുനിൽകുമാറിന്റെ വീട്ടിൽ K സുരേന്ദ്രൻ സന്ദർശനം നടത്തിയത് എന്തിനെന്നായിരുന്നു മേയർ MK വർഗീസിന്റെ മറുചോദ്യം. സുരേന്ദ്രന്റേത് സൗഹൃദ സന്ദർശനമാണെന്നും കേക്കുമായി തന്റെ വീട്ടിൽ വന്നാലും അത് അങ്ങനെ തന്നെയെന്നും VS സുനിൽകുമാർ. സുനിൽകുമാറിന്റേത് പക്വതയില്ലാത്ത പരാമർശമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. സുനിൽകുമാർ നടത്തിയത് അനാവശ്യമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു. ഒരു പക്വതയുള്ള രാഷ്ട്രീയ പ്രവർത്തകനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രതികരണമായിരുന്നില്ല. വിവാദം മുറുക്കിപ്പിടിച്ചാൽ മേയറും ഇടത് നേതൃത്വവും തമ്മിൽ ഭിന്നതയുണ്ടാകുമെന്നും അത് BJPയെ സഹായിക്കുമെന്നുമുള്ള വിലയിരുത്തലാണ് ഇടതുമുന്നണിക്കുള്ളത്. പരാമർശത്തിൽ അടിമുടി ഒറ്റപ്പെട്ടതോടെ സ്വയം തുടങ്ങിവെച്ച വിവാദത്തിന് സുനിൽകുമാർ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. സുഹൈൽ മുഹമ്മദ്, 24 തൃശൂർ. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇനി പൊതുജനം കഴുതിയ ലസർ കാണാം. S വിജയകുമാർ എത്തും.